നമസ്കാരം. വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുസ്വാഗതം. മാതാപിതാ ഗുരുദൈവം എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയ ഒരു അധ്യായമാണ് ഇന്ന്. നമ്മൾ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ കുറേ അനുഭവങ്ങൾ പകർന്നു തരാനായി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന അതിഥി കേരളത്തിൽ വളരെ പ്രശസ്തനായ മനഃശാസ്ത്ര വിദഗ്ധൻ അരുൺ ബി നായർ. അദ്ദേഹത്തെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനൊരു അതിഥി ആദ്യമായിട്ടാണ്. നമ്മുടെ ടൈറ്റിൽ മാതാപിതാ ഗുരു ദൈവം ഏറ്റവും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളിൽ ഒന്നാണിത്. അങ്ങേക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയാണ്, അതായത് ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ അങ്ങേക്ക് മനഃശാസ്ത്രപരമായി തന്നെ ഇതിനെ എങ്ങനെ പറയുന്നു? പലപ്പോഴും പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് ലോകത്ത് ചില ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്നൊരു വാചകമുണ്ട്, ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ. ഞാൻ സ്വയം നിർമ്മിതനായൊരു മനുഷ്യനാണ്. ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയൊന്നും വലുതായിട്ട് പണം സമ്പാദിച്ച് തന്നിട്ടില്ല, ഞാൻ തന്നെ അധ്വാനിച്ചൊരു വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തി എന്നുള്ളൊരർത്ഥത്തിലാണ്. പക്ഷേ അത്തരത്തിലുള്ള ഈ സ്വയം നിർമ്മിതരായ ഓരോ മനുഷ്യൻ്റെയും പുറകിൽ എത്രയോ പേരുടെ നിസ്വാർത്ഥമായ സേവനങ്ങളുടെ കഥയുണ്ട്. അച്ഛനും അമ്മയുമൊക്കെ പണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ജീവിതത്തിൽ ഉയർന്നു നിൽക്കാനും പടവെട്ടി ഉയരങ്ങളിലേക്ക് എത്താനും ഒക്കെയുള്ള ഒരു ആത്മധൈര്യം അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാവും. നിസ്വാർത്ഥമായിട്ട് സേവിക്കുകയും വിജയിപ്പിക്കാൻ വേണ്ട ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്ത ധാരാളം അധ്യാപകർ കാണും. മാനസികമായിട്ടെങ്കിലും നമ്മളെ മുന്നോട്ട് ഉയർത്താൻ സഹായിച്ച ഒരുപാട് സഹപാഠികളുണ്ടാവും. പല രീതികളിലും നമ്മളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെങ്കിൽ പോലും നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കുന്ന, നമുക്കൊരിക്കലും പരിചയപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ധാരാളം ആളുകൾ കാണും. അപ്പോൾ ഇവരുടെ എല്ലാം സംഭാവനകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഇവരൊന്നും ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇങ്ങനെയൊന്നും എത്തുമായിരുന്നില്ല. ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി. യാഥാർത്ഥ്യം ബോധ്യപ്പെടുക മാത്രമല്ല, അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക്, അത് മാതാപിതാക്കളാകട്ടെ, ഗുരുക്കന്മാരാകട്ടെ, സഹപാഠികളാകട്ടെ, നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളായിക്കോട്ടെ, അവർ ചെയ്ത ചെറിയ നല്ല സേവനങ്ങൾക്ക് ഒരു നന്ദി പുലർത്താനും അത് പ്രകടിപ്പിക്കാനുള്ളൊരു മനോനില കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കുറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഒരുപാട് മെഡി ടോക്കുകളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചൊരു കാര്യം, അങ്ങേ വാർത്തെടുക്കാൻ അങ്ങയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ. അപ്പം നമുക്ക് ആ ഒരു യാത്രയായാലോ? നമുക്ക് ആ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. എൻ്റെ അച്ഛൻ ശ്രീ എൻ ബാലകൃഷ്ണൻ നായർ സെയിൽസ് ടാക്സ് വകുപ്പിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ഡോക്ടർ ജി കൃഷ്ണകുമാരി അമ്മ ആരോഗ്യ വകുപ്പിൽ ഗൈനക്കോളജിസ്റ്റായിരുന്നു, ഡോക്ടറായിരുന്നു. അപ്പോൾ അവരുടെ ഏക മകനായിരുന്നു ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. അച്ഛൻ്റെ നാട് കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്ന ഒരു കുഗ്രാമമായിട്ട് ഇന്നും തുടരുന്നൊരു പ്രദേശമാണ്. അമ്മയുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ ബാല്യകാലം വിദ്യാഭ്യാസമൊക്കെ കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിൽ ചിതറിയായിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട് പുറത്താക്കിയത് കൊണ്ടല്ല, ഈ മാതാപിതാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിങ്ങനെ സ്ഥലം മാറേണ്ടി വന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വേണ്ടി ജീവിച്ച രണ്ട് വ്യക്തികളായിട്ടാണ് ഞാൻ അവരെ വിലയിരുത്തുന്നത്. എനിക്കിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ ജീവിത രീതി, അവർ പകർന്നു തന്ന നന്മകൾ, ജീവിതത്തിൽ ഒരുപാട് സുഖകരമായ രീതിയിൽ ജീവിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിലോട്ടൊന്നും പോകാതെ, ഒരു തരം അടിമത്തങ്ങളിലേക്കും പോകാതെ, ഒരു തരം ലഹരി ഉപയോഗങ്ങളിലേക്കും പോകാതെ എന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുന്നത്. അച്ഛൻ ആവശ്യപ്പെട്ടതും 2-3 കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും ഉയർന്ന നിലയിൽ പഠിക്കണമെന്നോ മാർക്ക് വാങ്ങണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം കാര്യം നോക്കണം, ഒരു ലഹരി വസ്തുക്കളിലും മുങ്ങിപ്പോകരുത്, മറ്റുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ഉപകാരം ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങളായിരുന്നു അച്ഛൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്.
അദ്ദേഹം കാണിച്ച ഒരു മാതൃക, ഞാൻ ജനിച്ചതിന് ശേഷം ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് പറയാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു നമ്മളോട്. ഞാൻ ചെയ്യുന്ന രീതിയിൽ നീയും ചെയ്യണം എന്ന് പറയാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അത് ജീവിതത്തിൽ പലപ്പോഴും പകർത്താൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട്. ഞാനും വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലഹരികളുടെ സ്വാധീനത്തിലേക്ക് പെട്ടുപോകാൻ സാധ്യതയുള്ള ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങളടക്കം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടും ജോലിയുടെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സമയങ്ങളിലെല്ലാം ഈ അച്ഛൻ്റെ ആ ഒരു ദർശനം, അച്ഛൻ മാതൃക കാണിച്ചു തന്ന ഒരു രീതി, അച്ഛൻ കള്ളു കുടിച്ചിട്ടത് ചെയ്യരുത് എന്ന ഗിരിപ്രഭാഷണം നടത്തുകയായിരുന്നില്ല ചെയ്തത്, അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു തന്ന ആ ഒരു മാതൃകയാണ്. അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ഈ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് അമ്മയെ കാണുന്നത് ഇപ്പോഴും. അച്ഛനിപ്പോൾ എന്നോടൊപ്പം ഇല്ല. ഒരു 5 വർഷത്തിന് മുൻപ് അന്നനാളത്തിൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. അമ്മ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അന്നും ഇന്നും എൻ്റെ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് വേദനിക്കാതെ വിഷമിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ അമ്മയെ വിലയിരുത്തുന്നത് ഞാൻ. പിന്നെ ഞാൻ MBBSന് ശേഷം സൈക്യാട്രി, മാനസിക ആരോഗ്യ വിഭാഗം, ആ ഒരു സംഗതി പഠിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛനടക്കം പലർക്കും അതിനെക്കുറിച്ച് എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നു. കാരണം അത് സമൂഹ മധ്യത്തിൽ ഇപ്പോഴും ഒരു ദഹനക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണിത്. ഒരു മനോരോഗ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 1-2 നട്ടും ബോൾട്ടും ഒക്കെ ഇളകി കിടപ്പുണ്ടോ എന്ന് സമൂഹത്തിൽ പലർക്കും തന്നെ സംശയമുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ അമ്മയാണ് കൂടെ നിന്നത്. നിൻ്റെ താല്പര്യം അതാണെങ്കിൽ, നിനക്ക് സന്തോഷം അതാണെങ്കിൽ നീ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ ഒരു പ്രോത്സാഹനം അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ. ഒരു വ്യക്തിയുടെ മാനസിക തല വളർച്ചയുടെ ആരംഭം എന്ന് പറയുന്നത് കുടുംബമാണ്. അങ്ങയുടെ ഇപ്പോൾ സംസാരിച്ചതിൽ നിന്നും അങ്ങയെ വാർത്തെടുക്കാൻ മാതാപിതാക്കൾ കാണിച്ച ആ ഒരു മഹത്തായ ഒരു കാര്യം. അപ്പോൾ അതിനെ ചൊല്ലി നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപദേശം നൽകാനും അങ്ങേക്ക് പറ്റും, അങ്ങൊരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കും. തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളുടെ അവരുടെ ജീവിത രീതിയിൽ നിന്ന് ഞാൻ പഠിക്കുന്നതും എനിക്ക് ലോകത്തോട് പങ്കുവയ്ക്കാനുള്ളതും, നമ്മൾ ഏത് രീതിയിൽ ജീവിക്കുന്നോ അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ കുട്ടികളും വളർന്നു വരാനുള്ളൊരു സാധ്യത. നിങ്ങൾ ഒരു തെറ്റായ പ്രവണത കാണിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളത് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കരുത്, അങ്ങനെ പറയുക പോലും ചെയ്യരുത്. അപ്പോൾ കുട്ടികളുടെ മുൻപിൽ ഒരു റോൾ മോഡലായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇന്ന് പേരൻസിനുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ, കാരണം അവിടെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊരു വലിയൊരു പ്രചോദനവും ഊർജ്ജവുമായിരിക്കും. അതോടൊപ്പം കുട്ടികളുമായിട്ട് ആശയവിനിമയത്തിനൊരു അരമണിക്കൂർ സമയം ചെലവഴിക്കേണ്ടതും ആവശ്യമാണ്. കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ മാതാപിതാക്കളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വീടിന് പുറത്തുള്ള അനാശാസ്യമായ സൗഹൃദങ്ങളെ ഒരു പരിധിവരെ അവരുടെ ദുസ്വാധീനം കുറയ്ക്കാനെങ്കിലും നമുക്ക്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുതരം അരക്ഷിതാവസ്ഥയാണ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. വീട്ടിൽ നിന്ന് അരക്ഷിതാവസ്ഥയാണ്. 2 അച്ഛനും അമ്മയും തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല, കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ല, അങ്ങോട്ട് ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള മാത്രമാണ് ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു തരത്തിൽ മാതാപിതാക്കൾ കുട്ടികളുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത അവർക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാണ്. പക്ഷെ അവരുടെ മാനസികമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് അവർ കുട്ടിയുടെ ഒരു മാനസികവും വൈകാരികവുമായ ഒരു വളർച്ചയാണ് ഏറ്റവും വലിയൊരു നിക്ഷേപം. മാനസിക സ്ഥിരതയുള്ള, വൈകാരിക പക്വതയുള്ള ഒരു നല്ല സാമൂഹിക ജീവിയായിട്ട് കുട്ടിയെ വളർത്തിയെടുത്താൽ ഏത് തൊഴിൽ മേഖലയിൽ പോയാലും അവിടെ അവൻ രക്ഷപ്പെടും. അത് മതി. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിൽ തന്നെ കുട്ടികൾ പോകണമെന്ന് ശഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. സാർ, ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രോഗികളും അല്ലാത്തവർ ഉപദേശം തേടാനും ഒക്കെ ഒരുപാട് പേര് അങ്ങയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മെൻറ്ററാണ് അങ്ങ്. അപ്പോൾ ഒരു ആളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ മെഡിസിനുപരി മനഃശാസ്ത്രം സമീപിക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ രീതിയിലാണ്. അല്ല, അവരെ രോഗി എന്നൊരു തരത്തിലല്ല സമീപിക്കേണ്ടതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഒരാൾ അങ്ങയുടെ മുമ്പിൽ വരുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്? ഇത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ഏതുതരം ആരോഗ്യ പ്രശ്നവുമായിട്ട് വരുന്നൊരു വ്യക്തിക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രമേഹവുമായിട്ട് വരുന്നൊരു വ്യക്തി, അവിടെയും മാനസിക നിലയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ജീവിതശൈലിയിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്, മരുന്നിനോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ. അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലും ഇതേപോലെ ഒരു പ്രസക്തിയുണ്ട്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടത് ആ വന്നിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയുടെ ഒരു തീവ്രതയാണ്. 2 തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരു വിഭാഗം പ്രശ്നങ്ങളിൽ രോഗിക്ക് തനിക്കൊരു പ്രശ്നമുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാവില്ല. തീവ്രമായ ചിത്തഭ്രമം പോലെയുള്ള മാനസിക രോഗാവസ്ഥ, അക്രമ സ്വഭാവമുള്ള
അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു മട്ടിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ സംസാരിപ്പിച്ച് അനുനയിപ്പിച്ച് ചികിത്സയ്ക്ക് പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു വെല്ലുവിളി. രണ്ടാമത്തെ വിഭാഗം തനിക്ക് പ്രശ്നമുണ്ട് എന്ന തിരിച്ചറിവോടെ അതിന് പരിഹാരം തേടി വരുന്നവരാണ്. ഇവിടെ രണ്ട് രീതികളിൽ അവരോട് നമുക്ക് കാര്യങ്ങൾ സമീപിക്കേണ്ടി വരും. അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അത് പരിഹരിക്കാനും അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അതിലാണ് മനഃശാസ്ത്ര ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞൊരു സംഗതി വരുന്നത്. ഈ മനഃശാസ്ത്ര ചികിത്സകളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. പലരും വിചാരിക്കുന്നത് കൗൺസിലിംഗ് എന്നൊരു വാക്ക് എല്ലാവർക്കും അറിയാം, ഇതുവഴി എല്ലാ മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു പരിപാടിയിലൂടെ എന്താണ് കൗൺസിലിംഗ് എന്നൊന്ന് വ്യക്തമാക്കാൻ ഒരു മിനിറ്റ് ഒന്ന് ചെലവഴിക്കാം. കൗൺസിലിംഗ് ഒരിക്കലും മാനസിക രോഗമുള്ള വ്യക്തികൾക്കുള്ള ചികിത്സയല്ല, മറിച്ച് സ്വാഭാവിക മാനസിക നിലയുള്ള ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കുള്ള ഒരു ഇടപെടലാണ്. സ്വന്തം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ ഒരാളെ സഹായിക്കുക, ആ പ്രശ്നങ്ങളുടെ വ്യത്യസ്ത പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അയാളെ പ്രേരിപ്പിക്കുക, ഈ ഓരോ പരിഹാര മാർഗങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്താൻ അയാളെ സഹായിക്കുക, ഏറ്റവും ഗുണകരമായ പരിഹാര മാർഗം തിരഞ്ഞെടുക്കാൻ സഹായിക്കുക, ഈ തിരഞ്ഞെടുത്ത പരിഹാര മാർഗം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ സഹായിക്കുക. ഈ ഒരു ശാക്തീകരണ പ്രക്രിയയാണ് കൗൺസിലിംഗ്. അത് എല്ലാവർക്കും വേണ്ടി വരും, മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കല്ല, അല്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ വേണ്ടി വരും. എന്നാൽ മാനസിക രോഗം ബാധിച്ചൊരു വ്യക്തിക്ക് കൗൺസിലിംഗ് കൊണ്ട് വലിയ പ്രയോജനം കിട്ടിയെന്ന് വരില്ല. അവിടെ നമ്മൾ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ചികിത്സയിലോട്ട് പോകും. ഇപ്പോൾ ഒരു വ്യക്തിക്കൊരു പ്രശ്നമുണ്ടായി എങ്കിൽ അന്നേരത്തെ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിലുപരി എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു, ഈ വ്യക്തിയുടെ എന്തൊക്കെ വ്യക്തിത്വ സവിശേഷതകളാണ് ഈ പ്രശ്നത്തിൽ ചെന്ന് ചേരാൻ അദ്ദേഹത്തിന് കാരണമായിട്ടുള്ളത്, ഇത് മനസ്സിലാക്കിയ അടിസ്ഥാന വ്യക്തിത്വ സവിശേഷതകളിൽ തന്നെ മാറ്റം വരുത്താൻ അവിടെ ശ്രമിക്കണം. പക്ഷേ അതിലും തീവ്രമായ മാനസികാരോഗ്യ പ്രശ്നമാണെങ്കിൽ ഈ സംസാരത്തിന് പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവിടെ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ തന്നെ ആദ്യം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സമീപനം. അങ്ങ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും അവരുടെ മാതാപിതാക്കളുമായി കണക്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങ് കൂടുതൽ പറയാൻ പറ്റും, അത് പ്രേക്ഷകർക്ക് പ്രയോജനപ്രദവുമായിരിക്കും. തീർച്ചയായിട്ടും. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ആധികാരിക രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ് എന്നൊരു രീതിയുണ്ട്. ഇത് പ്രകാരം സ്വാതന്ത്ര്യമുണ്ട്, നിയന്ത്രണമുണ്ട്, സ്നേഹമുണ്ട്, ശാസനയുണ്ട്. ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ കുട്ടിക്ക് സ്കൂൾ വിട്ടതിന് ശേഷം കളിക്കാൻ പോകാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ 6 മണിക്ക് കൃത്യമായിട്ട് വീട്ടിൽ വരണം എന്നുള്ളതാണ്. അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും വീട്ടുകാരുമായിട്ട് തുറന്ന ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കണം. ക്വാളിറ്റി ടൈം എന്ന് പറയും. ഈ ക്വാളിറ്റി ടൈമിൽ ഒരിക്കലും കുട്ടിയെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ കുട്ടിയെ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കുട്ടിക്ക് സംസാരിക്കാനുള്ള സമയമാണ്. അത് ചെറിയ പ്രായം തൊട്ടേ, ഇപ്പോൾ ഒരു നഴ്സറിയിൽ കുട്ടിയെ വിടുന്ന കാലം തൊട്ടേ തന്നെ ഈ അരമണിക്കൂർ ക്വാളിറ്റി ടൈം വേണം. അവൻ്റെ വികലമായ ഭാഷയിൽ തന്നെ സംസാരിക്കട്ടെ. സംസാരിച്ചാൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, ഈ കുട്ടിയുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടും. 2, കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ സംഗതി പോലും തുടക്കത്തിലേ നമുക്കറിയാം. എന്തെങ്കിലും ഒരു അസ്വാഭാവികമായ പെരുമാറ്റം ആരിൽ നിന്നെങ്കിലും കുട്ടിക്ക് നേരിടേണ്ടി വന്നാൽ ആദ്യ ദിവസം തന്നെ നമ്മളതറിയും. അവിടെ നമുക്ക് ഇടപെടാൻ പറ്റും. ഇപ്പം നടക്കുന്ന വലിയൊരു വിഷയം, കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു, കുട്ടികൾ അനാശാസ്യ ബന്ധങ്ങളിൽ പെടുന്നു, ലഹരി ഉപയോഗത്തിൽ പെടുന്നു. ഇതൊക്കെ ഏറ്റവും ഒടുവിൽ അറിയുന്നത് മാതാപിതാക്കളാണ്. അധ്യാപകരറിയുന്നു, സുഹൃത്തുക്കൾ അറിയുന്നു, ലോകം മൊത്തം അറിയുന്നു. ഇതെല്ലാം കഴിഞ്ഞാൽ അയ്യോ ഞാൻ വിചാരിച്ചില്ല ഇവനിങ്ങനെ ചെയ്ത് കളയും. ഈ ആശയവിനിമയത്തിലെ വിടവ് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ എത്ര തിരക്കുള്ള മാതാപിതാക്കളാണെങ്കിലും ഒരു അരമണിക്കൂർ സമയം കുട്ടിയോടൊപ്പം ചെലവഴിക്കണം. അന്നത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അടുത്തൊരു പ്രധാന വിഷയം, കൗമാരത്തിലേക്ക് കുട്ടികൾ കാലൂന്നുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളുമായിട്ടുള്ള ഈ ഒരു വിടവ് കുറച്ചുകൂടെ രൂക്ഷമാവും. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾക്ക് ധാരണയില്ല. അവർ വിചാരിക്കുന്നത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടി എത്തിക്കഴിയുമ്പോൾ പിന്നെ പഠിക്കണം, പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക, സാമ്പത്തിക സൗകര്യങ്ങൾ കൊടുക്കുക. ഇതിനപ്പുറം കുട്ടിക്ക് വൈകാരികമായ ആവശ്യങ്ങളുണ്ട് എന്ന് ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഓർക്കുക, 13 14 വയസ്സുള്ളൊരു കുട്ടി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ശാരീരികമായി വളർന്നുവെങ്കിലും മനസ്സുകൊണ്ടൊരു കുട്ടിയാണ്. സ്നേഹം ആഗ്രഹിക്കുന്ന, അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അവിടെ ആ സ്നേഹം കൊടുക്കുന്നതിന് വലിയൊരു പ്രസക്തിയുണ്ട്. അതേസമയം തന്നെ അവൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും വേണം. ഇപ്പോൾ വീട്ടിലൊരു വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ
കുട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. നമ്മളൊരു വണ്ടി വാങ്ങിയിടാൻ ഉദ്ദേശിക്കുന്നു, എന്താ നിൻ്റെ അഭിപ്രായം? കുട്ടി ചിലപ്പോൾ ഉടനെ പറയും മെഴ്സിഡസ് ബെൻസ് വേണം എന്ന് പറയും. ഉടനെ തന്നെ അങ്ങോട്ട് ചാടി നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നതെന്ന് പറഞ്ഞവനെ ഭത്സിക്കുന്നതിന് പകരം മെഴ്സിഡസ് ബെൻസിൻ്റെ വില ഇത്രയാണ്, ഓരോ മാസം ഇത്ര ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും, അച്ഛൻ്റെ ശമ്പളം ഇത്രയാണ്, അമ്മയുടെ ശമ്പളം ഇത്രയാണ്, അപ്പോൾ ഇത്രയും രൂപ അടച്ചാൽ ബാക്കി 2000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ആഴ്ചയിലൊരിക്കൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് നിർത്തേണ്ടി വരും. നിന്നെ ഇപ്പോൾ കാറിൽ കൊണ്ടുവിടുന്നത് നിർത്തിയിട്ട് KSRTC ബസ്സിലേക്ക് കയറി പോകേണ്ടി വരും. ആ പരിമിതികൾ അവതരിപ്പിക്കുക. എല്ലാം കേട്ടതിന് ശേഷം കുട്ടി തന്നെ പറയും അയ്യോ വേണ്ടേ എന്ന് തന്നെ അവനെ കൊണ്ട് തന്നെ നമുക്ക് പറയിക്കാൻ പറ്റും. ഈ രീതിയിൽ ചെയ്താൽ ആ കുട്ടിയുടെ മനസ്സിലൊരു ധാരണ, എൻ്റെ കൂടെ വീടാണ്, എൻ്റെ അഭിപ്രായങ്ങൾ കൂടെ ഇവിടെ വിലയുണ്ട്, എൻ്റെ തീരുമാനങ്ങളും കേൾക്കാൻ ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ആ ഒരു ഓണർഷിപ്പ് കുട്ടിയുടെ മനസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും വീട്ടിലെ സകല കാര്യങ്ങൾക്കും അവൻ മുന്നിൽ നിൽക്കാൻ തന്നെ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, പെൺകുട്ടികളുടെ വളർച്ചയിൽ പലതരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അമ്മമാർ, മുതിർന്ന സ്ത്രീകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ആൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് തരം നിർദ്ദേശങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു, അവർ സ്ത്രീകളോട് പെരുമാറുന്ന മോശമായിട്ടാണ്, അവർ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അനാശാസ്യമായ രീതിയിൽ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു തരത്തിലുള്ള മാർഗനിർദ്ദേശവും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ആൺകുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇവിടെ അച്ഛന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഒരു ആൺകുട്ടി പ്രായപൂർത്തിയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ അച്ഛന്മാർ തയ്യാറാകണം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചില ജിജ്ഞാസകൾ, ചില സംശയങ്ങൾ, ചില ആരോഗ്യ സംബന്ധമായ ചോദ്യങ്ങൾ, ഇവയ്ക്ക് ഉത്തരം പറയാൻ അച്ഛന്മാർ സമയം കണ്ടെത്തണം. നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അധ്യാപകരുടെയോ കുടുംബ ഡോക്ടറുടെയോ സഹായം തേടി ആ സംശയ നിവൃത്തി വരുത്തി കൊടുക്കണം. വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംശയ നിവൃത്തി വരുത്തി കൊടുത്തില്ലെങ്കിൽ വീട്ടിന് പുറത്തുള്ള അശാസ്ത്രീയമായ സ്രോതസ്സുകളിൽ നിന്ന് കുട്ടികൾ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും. അത് അനാരോഗ്യകരമായ വിവരങ്ങളായിരിക്കും. ആ വിവരങ്ങൾ നിത്യജീവിതത്തിൽ ഈ കുട്ടികൾ പരീക്ഷിക്കുമ്പോഴാണ് അവരിത്തരം മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നു നമ്മൾ പറയേണ്ടത്. സർ, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. ഒരു വിധത്തിലുള്ള ആളുകൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നു. ആരും സംതൃപ്തരല്ല. അങ്ങനൊരു സമയമാണിപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? വളരെ യാഥാർത്ഥ്യമാണ് താങ്കൾ പറഞ്ഞത്. കാരണം 55,000-ലധികം കേസുകളാണ് കേരളത്തിലെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിരക്കാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തരേന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങൾ പോലും 25,000-ഓളം കേസുകളെ കുടുംബ കോടതികളിലുള്ളൂ. ഇവിടുത്തെ ഒരു വിവാഹ മോചന നിരക്ക് അല്ലെങ്കിൽ വിവാഹത്തിലെ അസ്വാരസ്യങ്ങളുടെ നിരക്ക് പാശ്ചാത്യ ലോകത്തിന് സമാനമായ രീതിയിലേക്ക് പോകും. 50% വിവാഹ ബന്ധങ്ങളിൽ വിഷയങ്ങളുണ്ട് ദമ്പതികൾ തമ്മിൽ. ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലൊരു വലിയൊരു പ്രശ്നം, ഈ രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീയും പുരുഷനും അവർ വിവാഹിതരാകുകയാണ്. തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണോ അത്രയും നാളും ജീവിച്ചിരുന്നത് അതേ രീതികൾ തുടരാൻ അവരാഗ്രഹിക്കുകയാണ്. മറുവശത്തുനിന്ന് അതിന് പ്രോത്സാഹിപ്പിക്കുന്നൊരു സമീപനം ഉണ്ടാവണമെന്നില്ല. ഇവിടെയാണ് ഒരു വലിയൊരു വിഷയം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലേക്ക് തന്നെയാണ് അതും വിരൽ ചൂണ്ടുന്നത്. വളരെ സ്വാർത്ഥരായി സ്വന്തം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് മാറുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പ്രയാസം വരുന്നു. വിവാഹത്തിന് ശേഷവും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മറ്റേയാൾ ചെയ്യണം, പിടിവാശികൾ വരുന്നു. ഇവിടെ വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ ഇടപെടുകയാണ്. അവിടെ അവരോട് വിളിച്ചു പറയുന്നു, നീ ഇങ്ങ് പോര്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു വിഷയത്തിന് പോലും അവർ ഇടപെട്ട് അതിനെ വഷളാക്കുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി ഈ ദാമ്പത്യ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയുടെ നല്ല വശങ്ങളും പരിമിതികളും മനസ്സിലാക്കണം. ആ നല്ല വശങ്ങളെ പരമാവധി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ആശയവിനിമയത്തിൽ ശ്രമിക്കണം. പരിമിതികളുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൊരു വിടവായി മാറാതിരിക്കാൻ ചിലത് ചെയ്യും. ഉദാഹരണത്തിന് ജീവിത പങ്കാളി ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ നല്ല കാര്യം അതിനെ അഭിനന്ദിക്കാൻ എല്ലാവർക്കും മടിയാണ്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഇനി ഇത് പറഞ്ഞുകൊണ്ട് ഇനി ജീവിതകാലം മൊത്തം തലയിൽ കയറി നിരങ്ങിക്കളയുമോ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷേ എല്ലാ മനുഷ്യരും അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വന്തം പങ്കാളിയിൽ നിന്നാവുമ്പോഴത് വളരെ മധുരതരമായ ഒരു അനുഭവമാവുകയും ചെയ്യും. അഭിനന്ദിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ അത് അഭിനന്ദിക്കണം. കുറ്റം പറയാൻ വേണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതാണ്.
അതുപോലെ സ്വഭാവ ദൃഢത അല്ലെങ്കിൽ അസർട്ടീവ്നെസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അഭിപ്രായ വ്യത്യാസം തോന്നിയാൽ ശബ്ദമുയർത്തുക, ചീത്തവാക്കുകൾ ഉപയോഗിക്കുക, അടിക്കുക, പുലഭ്യം പറയുക, പങ്കാളിയുടെ അച്ഛനെയും അമ്മയും കുറിച്ച് കുറ്റം പറയുക, ഈ രീതിയിലാണ് ഈ വഴക്കുകളുടെ ഒരു സ്വഭാവം പോകുന്നത്. ഇതിന് പകരമായിട്ട് നമ്മളൊരു ഉറച്ച നിലപാടെടുക്കുന്നു. എന്തുകൊണ്ട് ആ നിലപാടെടുക്കുന്നു എന്ന് ശബ്ദമുയർത്താതെ സഭ്യമായ ഭാഷയിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ, ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനുള്ള ഒരു രീതി. അപ്പോൾ ഈ ചർച്ച എന്ന് പറയുന്ന സംഗതിയുടെ ഏറ്റവും പ്രസക്തമായ സംഗതി ആ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഗുണത്തിൽ ഉറച്ചു നിൽക്കണം ചർച്ച. ഒരിക്കൽ പോലും അത് മറ്റ് വിഷയങ്ങളിലേക്ക് വഴിപോകാൻ പാടില്ല. 10 കൊല്ലത്തിന് മുമ്പ് നടന്ന എന്തോ ഒരു സംഭവം അവിടെ എടുത്തിട്ട് അത് അലക്കി വെളുപ്പിക്കുന്നതിൽ കാര്യമില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വശങ്ങൾ അവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നിങ്ങളുടെ അമ്മ അന്നങ്ങനെ പറഞ്ഞില്ലേ, അത് അപ്രസക്തമാണ്. കാരണം ദമ്പതികൾ തമ്മിലുള്ള ജീവിതത്തിൽ അവരുടെ നിയന്ത്രണത്തിലല്ല ഈ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സംഭവം. ഇനി അത് മാറ്റിയെടുത്തിട്ട് നമുക്ക് ജീവിതം നേരെയാക്കാമെന്ന് കരുതുന്നു. അങ്ങനെ ചർച്ച ചെയ്യുന്നതും വ്യർത്ഥമാണെന്നുള്ളതാണ്. കുട്ടികളെ ചൊല്ലിയുള്ള വഴക്കുകളാണ് അടുത്തൊരു പ്രധാന വിഷയം. അപ്പോൾ കുട്ടികളെ എങ്ങനെ വളർത്തണം, ചില മൂല്യങ്ങൾ അത് ദമ്പതികൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ ഇവയൊക്കെയാണ്. ആ മൂല്യങ്ങൾക്കനുസരിച്ച് കുട്ടികളെ വളർത്തണം. കുട്ടിയുടെ മുൻപിൽ വെച്ച് അച്ഛനും അമ്മയും പരസ്യമായിട്ട് വഴക്കിടുന്നത് ഒട്ടും നല്ലതല്ല. അതുപോലെ കുട്ടിയോട് ജീവിത പങ്കാളി ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ പറയുന്നതും നല്ലതല്ല. ഇങ്ങനെ കേൾക്കുന്നൊരു കുട്ടിയുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒട്ടും ബഹുമാനമില്ലാത്തൊരു സ്ഥിതിയാണ് വരുന്നത്. ആ കുട്ടി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവനെ നിയന്ത്രിക്കാൻ ഈ അച്ഛനമ്മമാർക്ക് രണ്ടുപേർക്കും കഴിയാത്തൊരു സ്ഥിതി വരികയാണ്. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ വലിയൊരു വിള്ളലിലേക്ക് വരാതെ പോകാം. ഈ ഒരുപാട് രോഗികളെ മനഃശാസ്ത്രപരമായി തന്നെ അങ്ങ് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു ചികിത്സാ അനുഭവം അങ്ങേക്കുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിയ ഒരാൺകുട്ടി, അവൻ 11ലേക്ക് പോയ സമയത്താണ് അവനൊരു കടുത്ത ശാരീരിക പ്രശ്നം, ഒരു ക്യാൻസർ നിർണ്ണയിക്കപ്പെട്ടത്. ആ ക്യാൻസർ നിർണ്ണയിക്കപ്പെട്ടതിനെ തുടർന്ന് സ്വാഭാവികമായി ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. മാതാപിതാക്കളൊന്നും അത്ര വലിയ വിദ്യാസമ്പന്നരല്ല. വല്ലാതെ തളർന്നുപോയി അവർ മാനസികമായിട്ട്. ഈ കുട്ടിയുടെ പഠനവും മുടങ്ങാൻ തുടങ്ങി. ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നഗരത്തിലേക്ക് വരേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട് പല ദിവസവും ഇവിടെ തങ്ങേണ്ടി വന്നു. അതിനെ തുടർന്ന് പഠിത്തം പുറകോട്ട് പോയി, മാർക്ക് കുറയാൻ തുടങ്ങി, അറ്റൻഡൻസ് കുറയാൻ തുടങ്ങി. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ചികിത്സ മുന്നോട്ട് പോയി ഒരു പകുതി ഭാഗമെത്തിയപ്പോഴാണ് ഈ കുട്ടിക്ക് വളരെ തീവ്രമായ വിഷാദരോഗം പിടിപെടുകയാണ്. അവന് ഉറക്കം നഷ്ടപ്പെടുന്നു. അവന് മരിക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാണ് ആ കുട്ടിക്ക്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഞാൻ എൻ്റെ ബന്ധുക്കൾക്കൊരു ബാധ്യതയാണ്, ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും പ്രയാസപ്പെടുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കുന്ന ഈ ചികിത്സയ്ക്ക് വന്ന സമയത്ത് താമസിച്ചിരുന്ന ലോഡ്ജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ആ കുട്ടി എടുത്ത് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് അവൻ തറയിലേക്ക് തല പൊട്ടുന്ന ഒരു അവസ്ഥ വന്നില്ല. തറയിലേക്ക് വീണു, കയ്യും കാലിലും ഒക്കെ പരിക്കേറ്റു. പക്ഷേ അവൻ്റെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് എന്തൊക്കെയോ കൊണ്ട് തലയ്ക്ക് പരിക്കേൽക്കുന്നൊരവസ്ഥ വന്നില്ല. ഈ ഒരു സാഹചര്യത്തെ തുടർന്നാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ക്യാൻസറിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇങ്ങനെ കൈകാലുകൾക്ക് പരിക്കുണ്ട്, തീവ്രമായ വിഷാദരോഗം, ഭക്ഷണം പോലും കഴിക്കാതെ കാറ്ററ്റോണിയ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ആ കുട്ടി പോയി കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്കവനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ചികിത്സയെ തുടർന്ന് അവൻ മെച്ചപ്പെട്ട് വരികയാണ്. മെച്ചപ്പെട്ട് വന്നതിന് ശേഷവും അവൻ്റെ ഈ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഞാൻ എൻ്റെ ബന്ധുക്കൾക്കൊരു ബാധ്യതയല്ലേ, ഞാൻ കാരണമല്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഉപേക്ഷിച്ച് വരേണ്ടി വന്നത്. അവിടെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സകലതും കളഞ്ഞ് കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ നന്മയെക്കുറിച്ചൊക്കെ കുറേയധികം സംസാരിച്ചപ്പോൾ അവനും അതിൽ കുറച്ച് ശരി ഉണ്ടെന്ന് തോന്നി. നാളെ നിനക്കും നിന്നെ സഹായിച്ച അച്ഛനെയും അമ്മയും ഇതുപോലെ സഹായിക്കാനുള്ളൊരു അവസരം കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. അവിടെ അവരെ സഹായിക്കാനും അവരെ കൈപിടിച്ചുയർത്താനും നീ ഉണ്ടാകണം എന്നൊരു സന്ദേശം അവൻ ഉൾക്കൊണ്ടു. മരുന്നുകൾ വേണ്ടി വന്നു അവൻ്റെ വിഷാദം മാറ്റിയെടുക്കാനായിട്ട്. 9 മാസത്തെ ചികിത്സ കൊണ്ട് വിഷാദം പൂർണ്ണമായിട്ട് ഭേദമായി. ഈ വിഷാദരോഗം ഭേദപ്പെടുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടും. അപ്പോൾ ആ ശാരീരിക ആരോഗ്യവും കൂടും. അപ്പോൾ ശാരീരിക രോഗത്തിനുള്ള ചികിത്സയിലുള്ള മരുന്നുകളോടും കൂടുതൽ നന്നായിട്ട് പ്രതികരിക്കും. ക്യാൻസറിൽ നിന്ന് മോചനം നേടി. അതിനുശേഷം ആ കുട്ടി അപ്പോഴേക്ക് +2 ഒക്കെ ആയിക്കഴിഞ്ഞു. +2 പരീക്ഷ ജയിച്ചു. പക്ഷേ മെഡിക്കൽ എൻട്രൻസ്
മെഡിസിനിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മെഡിക്കൽ എൻട്രൻസ് ആദ്യത്തെ തവണ എഴുതിയപ്പോൾ വളരെ കുറഞ്ഞ ഒരു റാങ്കായിപ്പോയി. കാരണം അവൻ ആ പരീക്ഷ എഴുതിയത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ അടുത്ത ഒരു വർഷം, അപ്പോഴേക്ക് രോഗം ഭേദമായി, അടുത്തൊരു വർഷം ഒന്നുകൂടെ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി അവന് റിപ്പീറ്റ് ചെയ്ത് പരിശ്രമിച്ചു. വളരെ പ്രമുഖമായ ഒരു മെഡിക്കൽ കോളേജിൽ അവന് MBBSന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇന്ന് 3ാം വർഷ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നുണ്ട്. വലിയൊരു സന്ദേശമാണ് ഈ ഒരു കഥയിലൂടെ, അനുഭവത്തിലൂടെ പ്രേക്ഷകർക്ക് അങ്ങ് സമ്മാനിച്ചത്. ഒരുപാട് അനുഭവങ്ങളുള്ള ഈ ഒരു ജീവിത യാത്രയിൽ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തി, അച്ഛൻ റോൾ മോഡലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗുരുക്കന്മാർ, അവരെക്കുറിച്ചും കൂടി നമുക്കൊന്ന് സംസാരിച്ചാൽ. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അത് പറയാൻ തുടങ്ങിയാൽ ഇത് തന്നെ ഒരു എപ്പിസോഡ് പറയേണ്ടി വരുമെങ്കിലും പെട്ടെന്ന് ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ വിലയിരുത്തുന്നത് എൻ്റെ ഭാഷ ഉപയോഗിക്കാനുള്ളൊരു കഴിവാണ്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്കൂളിൽ എന്നെ ഇംഗ്ലീഷും മലയാളവും പഠിപ്പിച്ച 2 അധ്യാപികമാരെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് പഠിപ്പിച്ച ഷെർലി സാം എന്നൊരു ടീച്ചറും മലയാളം പഠിപ്പിച്ചൊരു സുശീല എന്ന ടീച്ചറും. ഇവർ 2 പേരുടെയും ആ ഭാഷയോട് അവർ കാണിച്ചൊരു സ്നേഹം അതെനിക്കും തോന്നിയിട്ടുണ്ട്. അത് പിന്നീട് വായനയുടെ ഒരു ലോകത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇന്ന് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു. ഇനി വൈദ്യശാസ്ത്ര മേഖലയിൽ അസംഖ്യം ഗുരുക്കന്മാരുണ്ടെങ്കിൽ പോലും ഈ മാനസികാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് 2 പേരുകൾ എടുത്ത് പറയേണ്ടി വരുന്നു. ഒന്ന്, ഞാൻ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലിക്ക് 2009 ചെന്നപ്പോൾ അവിടെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ അബ്ദുൾ ബാരി എന്ന സീനിയർ സൈക്യാട്രിസ്റ്റ്. അദ്ദേഹത്തിന് പല ആളുകളും അദ്ദേഹത്തെ പ്രഭാഷണങ്ങൾക്ക് വിളിക്കുമ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് തിരക്ക് വരുമ്പോൾ അദ്ദേഹം എന്നെ വിടുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, സർ ഞാൻ പോയാൽ മതിയോ ഈ സ്ഥലം? നിങ്ങൾ പോയാൽ മതി, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ വലിയ മനുഷ്യൻ പറഞ്ഞ ഒരൊറ്റ വാചകം എനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. ഇനി അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാക്കരുതെന്ന് വിചാരിച്ച് തന്നെ പോയി വളരെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ ഇപ്പോഴത്തെ യൂണിറ്റ് മേധാവിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻ്റെ യൂണിറ്റ് മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അനിൽകുമാർ ടി വി, അദ്ദേഹവും ഇതേപോലെ ഈ സാമൂഹ്യ മേഖലകളിൽ പല മേഖലകളിലും ഇടപെടാൻ എനിക്ക് വഴി തുറന്നു തന്നൊരു വ്യക്തിയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പല പരിപാടികളിലും എന്നെ സഹകരിപ്പിച്ച അദ്ദേഹമാണ്. അപ്പോൾ ഈ 2 പേരുടെ എങ്കിലും പേര് ചുരുക്കം ഞാനെടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് കടുത്ത നന്ദികേടാവുമെന്നുള്ളതുകൊണ്ട് ഇനിയും ഒരുപാട് ഗുരുക്കന്മാരും അധ്യാപകരും ഒക്കെയുണ്ട്. അവരെല്ലാവരെയും ഈ ഒരു അവസരത്തിൽ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് സ്മരിക്കുന്നു, അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അങ്ങയുടെ ഈ ജീവിത വിജയങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഒരു വിശ്വാസത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അതിനെ അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഒരു വലിയൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ ശക്തിയാണ് നമുക്ക് ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ശാസ്ത്രബുദ്ധിക്ക് വഴങ്ങാത്ത ചില സത്യങ്ങളുണ്ട്, ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. മനസ്സ് തളരുന്ന സമയങ്ങളിൽ ആ ശക്തിയെ വിളിക്കാറുണ്ട്. നല്ലത് സംഭവിക്കുമ്പോഴൊക്കെ ആ ശക്തിയോട് പറയാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല നല്ല അറിവുകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു അഭിമുഖമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട്. വേർഡ് ടു വേർഡ് ടെലിവിഷൻ്റെ വകയും അങ്ങേക്ക് എല്ലാ ആശംസകളും. നമസ്കാരം. വിജ്ഞാനപ്രദമായ ഒരു അഭിമുഖമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇന്നത്തെ മാതാപിതാ ഗുരു ദൈവം എന്ന പ്രോഗ്രാമിൻ്റെ ഈ അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.